ശംഭു അത് വേർഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് പടങ്ങൾ കുറഞ്ഞു. ആ സാധനമാണ് പല ആൾക്കാരും പറയാത്തത്. എന്തെങ്കിലും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് പറയും പല ആൾക്കാരും. യു കുഡ് ഹവ് ഈസിലി ഡൺ ദാറ്റ്. അത് നിങ്ങൾ ചെയ്തില്ല. നിങ്ങളത് വേറെ രീതിയിൽ വേർഡ് ചെയ്ത്. അത് റെസ്പെക്ട് ഫോർ യു. ഇപ്പോൾ ആളൊരു ഒരു ഒരു ശ്രമത്തിലാണ്. ഒരു ബോഡി വൈസൊക്കെ നമുക്ക് പഴയ പോലെ നിവിനെ കിട്ടും. വിനീതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന പ്രത്യേക ഒരു എനർജി എന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ട്. അരവിന്ദന്റെ അതിഥികൾ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ മൂകാംബിക ട്രിപ്പ് പോയ ആളാണ് ഞാൻ. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഞാനത് അറിയട്ടെ. ഇതിന്റെ ടീച്ചർ കണ്ട് കയറുന്നവരുണ്ടോ? അതല്ലാതെ നോക്കുമ്പോ ലോട്ട് ഓഫ് ഗേൾസ് ഉണ്ട്, വിനീതേട്ടനുണ്ട്. നിന്റെ ക്യാച്ച് അതല്ല. എന്തിനാ എന്നെ കൂടെ കൂട്ടുന്ന ശംഭു? എനിക്ക് തന്നെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പടം ചെയ്യണം. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാരണം ഞാനും ഇവനും ഒന്ന് ചെയ്ത ഒരു പടവും ഇതുവരെ പാളിയിട്ടില്ല. ചെന്നൈയുടെ ഒരു നെക്സ്റ്റ് ഉണ്ടോ? ഞാനിപ്പോ ചെന്നൈന്ന് പറയാറേ ചോദിക്കാൻ വരുമായിരുന്നു എവിടുന്ന വരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോയമ്പത്തൂർ, നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ആഹാ, ഓക്കെ. സന്തോഷായല്ലേ? വിനീതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന പ്രത്യേക ഒരു എനർജി എന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ട്. വളരെയധികം. ഞാൻ തുടങ്ങിയപ്പോഴാണ്. ഓക്കെ, അപ്പോ യെസ്, 31st തിയേറ്ററിൽ ബാങ് ഓൺ ഹിറ്റ് ആവാൻ പോകുന്ന മൂവിയാണ് ഒരു ജാതി ജാതകം. പലപ്പോഴും പല ആൾക്കാരും പറയുന്ന ഒരു വേർഡ് ഒരു ജാതി ജാതകം എന്ന് മാത്രമല്ല, അതിന് പല സംഭവങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ആൻഡ് ഈ മൂവിയിൽ അത് മാത്രമല്ല, ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴൊക്കെ അല്ലെ ടീസർ കണ്ടപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു കോമഡി പരിപാടി. ഒരു ജാതകമൊക്കെ നോക്കുന്നു, കൈയൊക്കെ കാണിക്കുന്നുണ്ട് വിനീതേട്ടൻ. എന്താവോ എന്തോ എന്നൊന്നും അറിയില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ടീമും അടിപൊളി. എനിക്ക് തോന്നുന്നു അരവിന്ദൻ അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മാമനും യെസ് നെക്സ്റ്റ് മൂവിയും കൂടെയാണ്. ഒരു കംപ്ലീറ്റ് ഫണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ എം വെൽക്കമിങ് ദ ഹോൾ ക്രൂ. ഇല്ലെങ്കിലും ഉള്ള ആൾക്കാർ പൂജ, സരിത, വിനീതേട്ടൻ, ഐശ്വര്യ ആൻഡ് സൈനോര, വെൽക്കം. അപ്പൊ എന്താണ് ഈ ഒരു ജാതി ജാതകമാണോ എല്ലാവർക്കും? പൂജ പൂജ പറയൂ. സിനിമയെ പറ്റിയല്ലേ നല്ല നല്ലതെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇതുവരെ ഇപ്പൊ കുഴപ്പമില്ലാണ്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയും അതേപോലെ വളരെ നന്നായി പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഒത്തിരി എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും ഒക്കെ ഒരു കുടുംബത്തെ പോലെ ഒരുമിച്ച് നല്ല ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നല്ല ഭക്ഷണം കഴിച്ചു, നല്ല പാട്ടുകളൊക്കെ പാടി, എല്ലാവരും നല്ല ജോളി ആയിട്ട് ഒരു ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് സ്ക്രീനുകളിലും ആൾക്കാർക്കും കാണുന്ന പ്രേക്ഷകർക്കും ആ ഒരു എനർജി കിട്ടും എന്നാണ് പ്രതീക്ഷ. ഒരു ഫൺ, ഹൈ ഓൺ എനർജി ഇതിലുണ്ടാവും. റൈറ്റ്. ഹരിത, യെസ്, എന്തുണ്ട് വിശേഷം? കോണ്ടന്റ് ക്രിയേറ്ററും കൂടെയാണ് അല്ലേ? എനിക്കൊന്ന് സ്കൂൾ ടൈം തൊട്ടേ മീഡിയയിൽ എത്തണം എന്നൊക്കെയുള്ള ആ ഒരു സ്ട്രൈവ് മൈൻഡിലുണ്ടായിരുന്നു. ആൻഡ് സ്ലോലി, വളരെ ഗ്രാജുവലി, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മീഡിയയിലേക്ക് വരിക അല്ലേ? ആൻഡ് ഹൗ ഡു യു ഫീൽ ഇപ്പോ? ഫീൽസ് ഗുഡ്. പിന്നെ നല്ലൊരു ടീമാണല്ലോ. മോഹൻ സർ, പിന്നെ രാകേഷ് ഏട്ടൻ റൈറ്റർ, പിന്നെ വിനീതേട്ടൻ, എല്ലാവരുടെയും കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഐ ഫീൽ വെരി ലക്കി. എല്ലാവരെ പോലെയും ഞാനും ഭയങ്കര ഈഗറാണ് തിയേറ്ററിൽ കാണാനൊക്കെ, ബിഗ് സ്ക്രീനിൽ കാണാൻ. അടിപൊളിയായിരുന്നു, നല്ല പൊളി വൈബായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സോ അങ്ങനെ ഒരു ഭയങ്കര പേടി അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ യാ, ഇറ്റ് വാസ് ഫൺ.
യെസ്. എന്താണ് ആൻഡ് യെസ് വിനീതേട്ടൻ ആൻഡ് ഗേൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ചാർലി ഫേഞ്ചൽസ്. ഞാനാണ് ചാർലി. ഇതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെയാണല്ലോ ഇത് പോർട്രേറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ആദ്യം വിനീതേട്ടൻ നിൽക്കുന്നു, പിന്നെ നിങ്ങൾ ഗേൾസ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് പറയും. അല്ല, ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി ചന്തു. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതിൻ്റെ റിലീസ് പ്ലാൻ തന്നെ ഉണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നമ്മൾ 31st റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അതിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്നാണ് ഇത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു റിലീസ് ഡേറ്റ് തീരുമാനിച്ചിട്ട് ഇറങ്ങിയ ഒരു പടം എൻ്റെ എക്സ്പീരിയൻസിലില്ല. ഇതിനു മുമ്പ് തണ്ണീർമത്തൻ ദിനങ്ങളായിരുന്നു. 3 ആഴ്ച മുമ്പ് ഷമീർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ 3 ആഴ്ച കഴിഞ്ഞ പടം റിലീസാണെന്ന്. ഇത് 10 ദിവസം മുമ്പ്. അല്ല, അങ്ങനെ വന്നൊക്കെ ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. അതെ, അത് ഉണ്ട്. പിന്നെ ഇതാ ലക്കി ചാം പൂജ ഉണ്ട്. പൂജ അഭിനയിച്ച എല്ലാ പടങ്ങളും ശരിയല്ലേ? ഈ അടുത്ത് നോക്കുമ്പോഴും അതെ, നമുക്കൊക്കെ മിക്സ് ബാഗ് ആണ്. ചിലത് ഓടിയിട്ടുണ്ട്, ചിലത് പാടിയിട്ടുണ്ട്. പൂജ ഓൺലി വിന്നിംഗ് മെജോറിറ്റി. വിനീതേട്ടന്റെ എല്ലാ സിനിമകളിലും പൂജയുടെ ഡേറ്റ് ഒന്നും ഇനി അത്രേ ഉള്ളൂ. ഇനി പാസിങ്ങിനെങ്കിലും പൂജ പൂജ. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. ഐശ്വര്യ പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. 2ാമത്തെ മൂവിയാണ്. പിന്നെ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഇതുപോലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. കാരണം അരവിന്ദന്റെ അതിഥികൾ കണ്ടിട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ മൂകാംബിക ട്രിപ്പ് പോയ ആളാണ് ഞാൻ. അപ്പോ മോഹൻ സാറ്, വിനീത് ഏട്ടൻ, ലൈക്ക് ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡ്രീം ആയിരിക്കണം അത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം ഇതിലാവാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് സന്തോഷം. സോ എക്സൈറ്റഡ്. ഐ ആം ലൈക്ക് റിയലി എക്സൈറ്റഡ്. അപ്പൊ ഈ സിനിമ സ്വന്തമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരിക്കും നെക്സ്റ്റ് ഡേ? കണ്ടു കഴിഞ്ഞിട്ട് വേണം പറയാനല്ലേ? ഇതും ഈ ചേട്ടൻ പറഞ്ഞ പോലെ അരവിന്ദന്റെ അതിഥികളും ഒരു ജാതി ജാതകവും രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്ന സിനിമയാണ്. ഒരു ബന്ധവും ഇല്ല ലിറ്ററലി. അപ്പോ I don't know. ഇതിന്റെ ഷൂട്ട് വന്ന ടൈമിൽ അത് വിനീതേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഞാൻ അരവിന്ദന്റെ കംപ്ലീറ്റ്ലി ഫാൻ ആയിരുന്നു? ഇല്ല ഇതുവരെ. അതിലകത്ത് വിനീതേട്ടൻ പാടിയ ഒരു സോങ് ഇല്ലേ, നീ അമ്മ പറഞ്ഞിട്ട്, എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഐ ലവ് ദാറ്റ്. പിന്നെ മൂകാംബിക പോയി കഴിഞ്ഞാൽ എപ്പോഴും മറ്റേ ഫോട്ടോന് പാട്ടിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സോ അതായിരിക്കും എന്റെ പാട്ട്. That much അത്രയും ഇഷ്ടമാണ്. സത്യമാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് സീനിന്റെ പ്രാക്ടീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മൾ സംസാരിച്ചതും കുറവാണ്. അതെന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ലോ അല്ലേ? ഒരു ഭാരം ഇറക്കി പോലെ തോന്നി. പറയണമെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല, പക്ഷേ അതെ അതെ അതെ. യെസ്, ആൻഡ് ദ ഹൈലി എനർജറ്റിക്, the swag and the performer, the crowd puller, the singer, the actor. Signer, hello. ഒരു ദിവസം ബൈക്ക് കൊണ്ട് വെച്ച അബദ്ധത്തില് മച്ചാ എന്തുണ്ട് പക്ഷെ അയാടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ ബൈക്ക് കയറി ഒരു 10-15 ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഓടിച്ചോ. പിന്നെ അതുകൊണ്ട് തന്നെ കാണുന്നൊക്കെ ഇടയ്ക്ക് ബൈക്കിൽ വെച്ചിട്ടാ കാണുന്നത്. പറയൂ. ഞാൻ വളരെ റാൻഡംലി ആണ് ഈ ഒരു മൂവിയിലോട്ട് വരുന്നത്. അപ്രതീക്ഷിതമായിട്ടൊരു കോള് അങ്ങനെ ഫിലിമിലെത്തി. ഇനിയിപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. റിയലി എക്സൈറ്റഡ്. ഇതിലെന്താണ് ഇതില് അങ്ങനെ വലിയ ക്യാരക്ടർ ഒന്നുമില്ല, ഒരു മുഴുനീള കഥാപാത്രം ഒന്നുമല്ല, ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ ഹാപ്പി ആൻഡ് ഐ ആം എക്സ്പെക്ടിങ് ഗുഡ് റിസൾട്ട്സ്. ഇതില് സോങ്സ് ഇല്ലില്ല, ആ ഏരിയയിലോട്ടൊന്നും പോയിട്ടില്ല. ചോദിച്ചില്ലേ ഇതിൽ എന്തുകൊണ്ട് എനിക്ക് പാട്ട്? ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിൽ ആർക്കും ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞാലേ. ഇല്ല, അല്ല ഇങ്ങോട്ട് വരുന്നത് തന്നെയാണ്. അത് വരട്ടെ, നമ്മളെ ഫോട്ടോ കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരട്ടെ അല്ലേ? ഈ സോങ്സ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദ എനർജറ്റിക്, ദ ലെസ് വാക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിനീതേട്ടനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ടൈമിൽ, അതായത് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയധികം ഹൈപ്പ് ഇല്ലാത്ത ടൈമിൽ കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിനീതേട്ടൻ്റെ സ്റ്റേജ് പെർഫോമൻസുകൾ, എത്രയോ സ്റ്റേജ് പെർഫോമൻസ്, അതും ഭയങ്കര എനർജിയിൽ പെപ്പി ആയിട്ട്. കാരണം വിനീതേട്ടൻ നോർമലി നമ്മൾ കാണുമ്പോൾ കുറച്ച്
ഹായ് അതാണെങ്കിലും സ്റ്റേജിൽ എൻറ്റയർലി ഡിഫറെൻറ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് പെർഫോമൻസ് ആ ക്രൗഡ് മാത്രമേ കാണുന്നുള്ളൂ ആ സമയത്തൊക്കെ. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ അന്നേരം ഫോണിലെടുത്ത് ഇൻസ്റ്റ ഇടുന്നൊരു പതിവ് പരിപാടികളില്ല. അത് കൂടാതെ തന്നെ വിനീതേട്ടനാണെങ്കിലും ഒരു പോസ്റ്റോ ഓൺ പെർഫോമൻസ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റേജ് ഷോന്റെ വീഡിയോസ് ഒരിക്കലും ഇടാറില്ല. അപ്പൊ ഈ അടുത്ത് അങ്ങനെ 2-3 വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് 1 മിനിറ്റിന്റെ വീഡിയോസ് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന കോമന്റ്സ് ഞാൻ കണ്ടത്, വിനീത് ശ്രീനിവാസൻ ഈ പറഞ്ഞ പോലെ ഒരു ഇജാതി മനുഷ്യനോ, ഐ മീൻ ലൈക്ക് ഈ സ്റ്റേജിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല വിനീതേട്ടനെ, ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും. കാരണം ഭയങ്കര ലൈവായിട്ട്, ഭയങ്കര ഹാപ്പി, ഭയങ്കര ഓളമായിട്ട്. സോ അപ്പൊ അത് വിനീതേട്ടൻ അതിനെപ്പറ്റി പറയണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമില്ല. ഇല്ല, ഞാനത് സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു എനർജി ആണല്ലോ. ഫസ്റ്റ് പാട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ക്രൗഡ് നമ്മുടെ കൂടെയാണെങ്കിൽ ഒരു ഭയങ്കര ഇലക്ട്രിഫൈങ് കെമിസ്ട്രി ഉണ്ടാവും. ആ കണക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു മാഡ്നെസ് ഉണ്ടാവും. ഇപ്പം ഞാനും സയം ഞങ്ങൾ 2011-ലും 2014-ലും US ടൂർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാ, ഞാനും സയം ഷാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര 2011-ൽ അപ്പോൾ തട്ടത്തിൻ മറയത്തിൻ്റെ കമ്പോസിങ് ഒക്കെ നടക്കുന്ന സമയമാണ്. അതൊക്കെ ആരും കേൾക്കുന്നതിന് മുമ്പ് സച്ചിനും സയൊക്കെയാണ് ആ പാട്ടൊക്കെ കേട്ടിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കരളെ പാടിക്കൊണ്ടിരിക്കുക ഒരു വെന്യൂല്. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വോൾട്ടേജ് ഒരു ഇഷ്യൂ വന്നിട്ട് മൈക്ക് അങ്ങ് കട്ടായി, രണ്ടുപേരുടെ ഫുൾ പോയി. അതായത് ട്രാക്കും ഇല്ല, വോക്കലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഞാനും സയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ ഞങ്ങൾ തമ്മിൽ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി നേരെ ക്രൗഡിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങൾ ബാക്കി പാട്ട് പാടി. അപ്പം ഞങ്ങൾ അത് ചെയ്തത് ക്രൗഡിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ അവർ കൂടെ പാടി ആ ഫുൾ പാട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പാടി. ക്രൗഡും ഞങ്ങളുടെ കൂടെ പാടി. ആ സോങ് തീരാറായപ്പോഴേക്കും കറണ്ട് വന്നു, തിരിച്ച് ഞങ്ങൾ സ്റ്റേജിൽ ആ കണക്ഷൻ ഉണ്ടല്ലോ. ഒന്നും പറയാണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അറിയാലോ. അങ്ങനെ ഭയങ്കര രസമുള്ള എന്തെങ്കിലും ഒന്ന് പാളണം സ്റ്റേജിൽ, അപ്പോഴാണ് ഒരു മാജിക് നടക്കുക. എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. ഇതിപ്പോ പറഞ്ഞത് ഇത് കട്ടായി, പക്ഷെ എന്നാലും നിങ്ങൾ മാനേജ് ചെയ്ത് ക്രൗഡിനെ മോർ ഹാപ്പി ആക്കി എന്ന് വെച്ചോ. അതല്ലാതെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തത് അവർക്ക് ഫീൽ ചെയ്തു. നമ്മൾ നിർത്തിയില്ലല്ലോ. നമുക്ക് പല രീതിയിൽ റിയാക്ട് ചെയ്യാം. ഇത് പോയി ഉടനെ നമുക്ക് ബാക്ക് സ്റ്റേജിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറിക്കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവും. ഇത് നമ്മൾ രണ്ടുപേരും അപ്പം തന്നെ ചാടി ഇറങ്ങി നമ്മൾ ആ പാട്ടങ്ങ് ഫിനിഷ് ചെയ്തു, മൈക്കൊന്നും ഇല്ലാണ്ട്. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് the day was so bad അല്ലെങ്കിൽ അങ്ങനെ? ആ ഒരു ട്രിപ്പിൽ ഒരു സ്ഥലത്ത്, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ എന്തായിരുന്നു? സിറ്റുവേഷനും പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് അത് വിഷമം ഉണ്ടാക്കും. എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഞാനത് അറിയട്ടെ. നല്ല ഓർമ്മയുണ്ട്. ഇല്ലായിരുന്നല്ലോ. സോ അപ്പം ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതിന്റെ ജോണേഴ്സ്, ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ ടീസർ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിന് ഡിക്കോഡ് ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കാം. അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും ഒരു കംപ്ലീറ്റ് ഫൺ മൂവി എന്ന് പറഞ്ഞ് ഇതിന്റെ ടീസർ കണ്ട് കയറുന്നവരുണ്ടാവും. അതല്ലാതെ നോക്കുമ്പോൾ ലോട്ട് ഓഫ് ഗേൾസ് ഉണ്ട്, വിനീതേട്ടനുണ്ട്. സോ ഒന്നും സംഭവിക്കില്ല. എന്നെ കൂടെ കൂട്ടുന്നത് ഇവിടെ ധ്യാന്റെ ഒരു കുറവുണ്ടായിരുന്നു. ജോണോ അല്ലെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫൺ മൂവി ആണോ ക്വസ്റ്റൻ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഫാമിലി മൂവി? ഫൺ മൂവി എല്ലാം ഒരുപോലെ തന്നെ, എന്നാലും ഇതിന്റെ ഒരു സംഭവം ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന, ഫാമിലിക്കും പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഫൺ ഫിലിമാണ് ഇന്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് അതുപോലെ റിസീവ് ആയ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 31st അത് അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? ഇപ്പൊ നേരത്തെ വിനീതേട്ടൻ പറഞ്ഞില്ലേ തട്ടത്തിൻ മറയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ ഇപ്പം നിവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പൊ ഫസ്റ്റ് മുതലേ വിനീതേട്ടൻ ആ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നിവിന്റെ പടങ്ങൾ ഒരിടയ്ക്ക് പടങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിൽ വന്നൊരു ഹൈപ്പ്
ഗംഭീര ഒരു ഹൈപ്പ്. ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി പല ആൾക്കാരും ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 2-3 days ബാക്ക് നിവിൻ്റെ ഒരു വീഡിയോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു വിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്നിട്ട് അത് കറക്റ്റായിട്ട് അത് പ്രേമത്തിലെ ജോർജിന്റെ ഇതായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് എടുത്ത് ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തു. അതെ അതെ ഇൻസ്റ്റഗ്രാമിൽ ശംഭു അത് വേർഡ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് പടങ്ങൾ കുറഞ്ഞു. ആ സാധനമാണ് പല ആൾക്കാരും പറയാത്തത്. എന്തെങ്കിലും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് പറയും പല ആൾക്കാരും. യു കുഡ് ഹവ് ഈസിലി ഡൺ ദാറ്റ്. അത് നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അത് വേറെ രീതിയിൽ വേർഡ് ചെയ്തു. അത് റെസ്പെക്ട് ഫോർ യു. താങ്ക് യു. ശരിയല്ലേ? പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വന്നു. അതും നിവിന്റെ ഡയലോഗ് ആയിരുന്നു. അതിനകത്ത് കൂടുതൽ ആൾക്കാർ കൂടുതൽ പറഞ്ഞത്. വൺ ഹൈപ്പ് ആയിരുന്നു. പിന്നെ ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ ഹിംസെൽഫ് അല്ലേ? ഇപ്പോൾ ആളൊരു ഒരു ശ്രമത്തിലാണ്. ഒരു ബോഡി വൈസ് ഒക്കെ നമുക്ക് പഴയ പോലെ നിവിനെ കിട്ടും. പലരും അതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പ്രേമത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു മൂവിയാണോ? ഇതായിട്ട് ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സംതിങ് റിലേറ്റഡ്. ഒരു 3-4 സിനിമകൾ നിവിൻ്റെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിലാദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഫിലിമായിരിക്കും. അതിൻ്റെ ഷൂട്ട് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജു. ഇപ്പം നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കായ സിനിമയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. കാരണം ഷൈൻ ചേട്ടനാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. നിവിനും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. പിന്നെ കുറച്ച് പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും നിവിൻ്റെ ഫിലിംസ് വരാനുണ്ട്. ഹേറ്റേഴ്സും ഇല്ലാത്തൊരു വ്യക്തി തീർച്ചയായിട്ടും പറയാം അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിവിൻ ഒരു 6 അടിച്ച് നിവിനെ ആ ഫുൾ ഫോമിൽ കാണണം എന്നുള്ള ഒരു സാധനം ആൾക്കാർക്ക് പൊതുവേ ഉണ്ട്. എനിക്ക് തന്നെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പടം ചെയ്യണം. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാരണം ഞാനും നിവിനും ഒന്ന് ചെയ്ത ഒരു പടവും ഇതുവരെ പാളിയിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആക്ടേഴ്സിലുപരി തന്നെ ഇപ്പം ഭരതയാണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗെറ്റിംഗ് മാരീഡ് എന്നുള്ളൊരു കോണ്ടന്റ് ഉണ്ടല്ലോ. അത് ടേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് കുറേ നാളെ ആലോചിച്ചായിരുന്നു ചെയ്തത്. അതിന് ഡിസിഷൻ എടുക്കാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ ഇറ്റ് വാസ് ലൈക്ക് അതൊരു ബ്രേക്ക് ആയിരുന്നല്ലോ. അത് ഞാൻ എൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ചാനലിൻ്റെ നടത്തുന്ന അവരടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് പൊതുവേ കോമഡി ഇങ്ങനെ കാണുമ്പോൾ സ്ത്രീകൾ കുറച്ച് ഡിമീൻ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് പല കപ്പിൾ കോമഡിയിലും ദ ജോക്ക് ഇസ് ഓൺ ദ വൈഫ്. സോ ഓൺ സോഷ്യൽ മീഡിയ മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പക്ഷെ യൂഷ്വലി ലൈഫിൽ മണ്ടത്തരങ്ങൾ എല്ലാവരും ചെയ്യില്ലേ, ആണായാലും പെണ്ണായാലും ചെയ്യില്ലേ. സോ അപ്പോൾ അത് ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഒരു urban. പക്ഷെ ഐ വാസ് ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. അങ്ങനെ കൊണ്ടുവന്ന ആളുകൾ വിൽ ദേ അക്സെപ്റ്റ്? ബട്ട് പീപ്പിൾ ലൈക്ഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റബിൾ ഫോർ പീപ്പിൾ. എല്ലാവരും വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ഒരു ഹസ്ബൻഡ് വൈഫ്, യങ് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ എല്ലാവരും മണ്ടത്തരം ചെയ്യും. സോ അത് അങ്ങനെ ഓൾറെഡി എൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്കെച്ച് വീഡിയോ. ഞാൻ കുറേ യൂട്യൂബും കുറേ പണ്ട് മുതൽക്കേ കാണുന്ന ഒരാളാണ്. AIB, TVF, പിന്നെ കോളേജ് ഹ്യൂമർ, ഇതൊക്കെ ഞാൻ SNL കുറേ കാണുന്ന ഒരാളാണ്. സോ ഐ വാണ്ടഡ് ടു ബ്രിങ് സംതിങ് ലൈക്ക് ദാറ്റ്, ഡു സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ മലയാളം. എനിക്ക് തോന്നുന്നു വിനിതന്റെ പോലെ തന്നെ ചെന്നൈ അത്രയ്ക്ക് കണക്ട് ആയ ഒരു വ്യക്തിയാണ്. ചെന്നൈയുടെ ഒരു നൊസ്റ്റു ഇപ്പം ഉണ്ടോ? പോവും, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പോവും. അവിടുത്തെ എന്താ പറയാ, I mean, I can relate when ഞാനിപ്പോ ചെന്നൈന്ന് പറയാറേ എവിടുന്ന വരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോയമ്പത്തൂർ, തിരുവനന്തപുരം. ആക്ച്വലി അവിടുന്ന് നമ്മള് സാമ്പാർ സാധനം തൈര് സാധനം കഴിക്കുന്നതിന്റെ ഫീല് വേറെ തന്നെയാണ്. അവിടുത്തെ തൈര് സാധനം ടേസ്റ്റ് ഡിഫറെന്റ്. ആ ഒരു കിക്ക് വേറെയാണ്. സോ ഐ ഡു എൻജോയ് ദാറ്റ്. അവിടുത്തെ മസാല ദോശ എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് തന്നെയായിരുന്നു നെക്സ്റ്റ് ചെന്നൈ. പക്ഷെ ഇപ്പൊ കുറച്ച് പറഞ്ഞു അല്ലേ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ എന്നെ ഇവിടെയും കാണാത്തോണ്ടാ, കിട്ടിയ പൊളിക്കും. ഇപ്പൊ നോക്കിയോ, ഒരു ജാതി ജാതകം കഴിയുമ്പോ പറയാൻ എന്തെങ്കിലും വേർഡ് വിനീതേട്ടനെ പറ്റി എന്തെങ്കിലും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തെറി മാത്രം പറയാണ്ടിരുന്നു ബാക്കിയൊക്കെ ഓക്കെ.
വേറെ എന്തോ ഒക്കെ ഈ മുകുന്ദനുണ്ണി ആക്ച്വലി നേരത്തെ ഞാൻ കേട്ടിരുന്നു ഇങ്ങനെ അത് നിവിൻ ആക്ച്വലി ചെയ്യാനിരുന്ന മൂവിയായിരുന്നു മുകുന്ദനുണ്ണി. അങ്ങനെ എനിക്കറിയില്ല. ഇപ്പൊ അബിക്കൊരു വിഷ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ന ആക്ടർ അല്ലെങ്കിൽ ഇന്ന ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 പേര് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവനത് നിവിൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാളെ ട്രൈ ചെയ്തു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ടേഴ്സിനാണെങ്കിലും ഡയറക്ടർ ഫെമിലിയർ അല്ലെങ്കിൽ ഇതെങ്ങനെ വരും, ഇതിൻ്റെ ഔട്ട്പുട്ട് അറിയില്ലല്ലോ ആൾക്കാർക്ക്. ഒരു കഥയായിട്ട് ഇത് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഇയാൾ ഇതെങ്ങനെ എടുക്കും, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരു ആക്ടേഴ്സിന് ഡൗട്ട് വരുമല്ലോ. അപ്പോൾ എനിക്ക് അബീന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും കുറേ നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ടും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ പടത്തിൻ്റെ ട്രെയിലേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് അബിയാണ്, തിരയുടെ ട്രെയിലർ അബിയാണ് കട്ട് ചെയ്ത്, ജേക്കബിൻ്റെ സ്വർഗരാജിൻ്റെ ട്രെയിലർ അബിയാണ് കട്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുമുണ്ട്, അല്ലാണ്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അപ്പോൾ എനിക്ക് അബീനെ കുറച്ചും കൂടെ അറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതെ. അതില്ലാത്ത സമയത്ത് ആക്ടേഴ്സിന് എപ്പോഴും ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ വരുമ്പോൾ ഇയാൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അതും മുകുന്ദനുണ്ണി പോലത്തെ ഒരു കഥ പെട്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെ കിട്ടണം എന്നില്ല. അതെ, അത് വൺ ഓഫ് യുവർ ഗ്രേറ്റ് മൂവി ആയിരുന്നു ചെയ്തതിൽ അല്ലേ? അവൻ തെരഞ്ഞ് അവസാനം പക്ഷെ അത് വർക്ക് ആവുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇനി ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഈ മൂവിയുടെ പേര് തന്നെ റിലേറ്റ് ചെയ്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്, ഓക്കെ? ഞാൻ ഒരു കാര്യം പറയും, അപ്പോൾ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? എല്ലാവർക്കും ഓപ്ഷൻ തരാം. നീ ഇവിടുന്ന് തുടങ്ങാം. നേരത്തെ നമ്മൾ ഇവിടുന്ന് അല്ലേ തുടങ്ങി, ഇനി ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. ഒരു ജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിപ്പോ ജാതകമാണല്ലോ, നോർമലി നമ്മൾ വേറെ സംഭവങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ജാതി മനുഷ്യനാണ്, അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. ഞാൻ അങ്ങനെ തന്നെ പറയാം, ഒരു ജാതി മനുഷ്യനാണ്. വാവ് മാൻ പറയൂ, ഇങ്ങനെ പറഞ്ഞ് ഒരു ജാതി മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു? യെസ്, അങ്ങനെ. റീസൺ അവൻ തൊടാത്ത ഫീൽഡില് അവൻ തിളങ്ങാത്തതായിട്ട് എവിടെയില്ല. മാസ്റ്റർ ഓഫ് ഓൾ കാർഡ്സ്, പെർഫോമറാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആണ് ഒന്ന്. അത് കൂടാതെ അവൻ പെർഫോമറാണ്, അത് ഡിഫറെന്റ് ആണ്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ആകെ ഒറ്റ പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറാണ്. ആൻഡ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരാള്, ജാതി മനുഷ്യൻ എന്ന് പറയാം. നീ പറയുമ്പോ ഒരു സുഖമില്ല. ഒരു ജാതി ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, എന്നാലും നീ നല്ല പറയുമ്പോ കേൾക്കാൻ ഒരു സുഖമില്ല. കുറച്ചും കൂടെ ഒന്ന് that's my style. ഓക്കെ, ഐശ്വര്യ പറയൂ. സെയിം ആണ് എല്ലാവർക്കും. ആദ്യം ഫസ്റ്റ് വൺ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം കിട്ടും. ഓക്കെ, സോ പേഴ്സണെ പറ്റി തന്നെ പറയണം. ഐ ഡോണ്ട് നോ, സോറി, പാസ്. അങ്ങനെ തോന്നിയ ഒരു വ്യക്തി ഫിലിമില് പറയാം. ഒരു ജാതി മനുഷ്യൻ, അടിപൊളി ഒരു മനുഷ്യൻ. ക്രിക്കറ്റ്. ഞാൻ ആക്ച്വലി പറയാം, എനിക്ക് അറിയുന്ന ഒരാളെ പറയുകയാണെങ്കിൽ സിദ്ദിഖ് സാർ. ഓക്കെ, സോ ഹി ഈസ് സംതിങ് അല്ലേ, ദാറ്റ് വെർസറ്റൈൽ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഡയറക്ടർ. സാറിനെയാണ് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും. സിദ്ദിഖ് സാർ ഡയറക്ടർ സിദ്ദിഖ് സാർ, യെസ്. ബിക്കോസ് സാറിന്റെ പ്രോജക്റ്റിലാണ് ഞാൻ ഡെബ്യൂ ചെയ്തത്. ഫസ്റ്റ് മൂവി. അപ്പോൾ ശരി, യെസ്. ധ്യാന്റെ പേര് പറഞ്ഞു. ഒരു ജാതി മനുഷ്യനാ. അല്ല, അതിന് വേറെ സാധനമുണ്ട്, ഞാൻ പിന്നെ പറയാം. പോസിറ്റീവായിട്ട് ആണെങ്കിൽ എ.ആർ. റഹ്മാൻ, അത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരാളാണ്. സായൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പാടിയിട്ടില്ല. ശരി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബ് ഓക്കെ കൺമണിയുടെ മലയാളം. ശരി, എ.ആർ. റഹ്മാൻ പാസ്. അവിടുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി വിനീതേട്ടൻ പറയാന്ന് വിചാരിച്ചത്. ഒരാള് പറയുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, അല്ലേ? എനിക്ക് ആക്ച്വലി ഫ്രാങ്ക്ലി എനിക്ക് ഭയങ്കര, ഞാനൊരു ഫാൻ ഗേൾ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ അൻവർ റഷീദ്. ഓ ഷിറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാൻ വെച്ച് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്
പുള്ളിയുടെ എല്ലാ വർക്ക് കാണുമ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നതായാലും ശരി ഒക്കെ ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ് ഹൗ അത് മാത്രമല്ല അൻവർക്ക് ക്യാരി ചെയ്യുന്ന രീതി എല്ലാം പറയല്ലേ ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അല്ല, ഞാൻ ഈ ചോദ്യം വന്നപ്പോ പെട്ടെന്ന് വന്ന പേര് അമ്പുക്കാന്നാണ്. അത് എനിക്കൊന്ന് പടങ്ങൾ ഓക്കെ, നമ്മൾ എപ്പോഴും ആസ് എ സിനിമ ലവർ അമ്പുക്കാരുടെ സിനിമകൾ കാണുമ്പോൾ തോന്നിയ ഒരു ഫാസിനേഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഈ അമ്പുക്കായിട്ട് അസോസിയേറ്റ് ഇത് വർക്ക് ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല ഇത്രയും നമ്മൾ കംഫർട്ടബിൾ ആക്കുന്ന ആൾക്കാരെ അത്രയും റെസ്പെക്റ്റ്ഫുള്ളി ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അത് ഞാൻ എപ്പോഴും വിചാരിക്കും ഈശ്വരാ ഇങ്ങനെ ആയിരിക്കണം, എത്ര വലുതായാലും ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. മീൻസ് അഹങ്കാരോ അതൊന്നും വരാതെ അമ്പുക്കാനെ പോലെ ഹംബിളായിട്ട് നിൽക്കാൻ സാധിക്കണം എന്ന് എപ്പോൾ കണ്ടാലും വിചാരിക്കും. പിന്നെ പുള്ളിക്കാരൻ എക്സൈറ്റഡ് ആവും. നമ്മളൊക്കെ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓടി വന്ന് യൂസ് സെറ്റ് ഹാപ്പി ആയിട്ട് നല്ല പ്രൗഡായിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അയ്യോ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരാളും അമ്പുക്കാന്റെ കൂടെ അല്ലെങ്കിൽ അമ്പുക്കാന്റെ പ്രൊഡക്ഷനിൽ വർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത്. അതൊരു ചെറിയ വേഷമാണെങ്കിൽ പോലും. അൻവർ എന്ന് പറഞ്ഞ മൂവിയില് കേട്ടു എന്തോ ചെയ്യണമെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് ട്രൈ ചെയ്തിട്ടുണ്ട്. മുരളി മേനൻ റോള്. അത് ഫസ്റ്റ് അൻവർക്ക് എന്നെ വിളിച്ചു, അൻവർക്ക് ചെയ്യൂല. പിന്നെ ഞാൻ ആഷിക്കയുടെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞു. ആഷിക്കയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ആഷിക്ക ആ സമയത്ത് എനിക്ക് തോന്നുന്നു മഹേഷിൻ്റെ പ്രതികാരം അങ്ങനെ അതിൻ്റെയാണ് തോന്നുന്നു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് പറ്റൂല വിനീത്. പിന്നെ ഞാൻ ഗൗതം മേനോൻ സാറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തു. സാറ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ സാറിന് വരാൻ പറ്റിയില്ല. അവസാനം അത് അശ്വിൻ കുമാർ. അതിന് പക്ഷേ ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് അൻവർക്കായിരുന്നു. ഫസ്റ്റൊക്കെ ആ ഒരു ആക്ടിങ് ഇതിൽ തന്നെ ആയിരുന്നല്ലോ. ഇല്ല, അൻവർക്ക് അഭിനയിച്ചിട്ടേ ഇല്ല. അല്ല, ആ ഒരു പാഷൻ പരിപാടി സൗക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇതില് കോളേജ് പഠിക്കുമ്പോ ഇപ്പൊ ചാപ്പയൊക്കെ വർക്ക് ചെയ്യുമ്പോ സമീർക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അൻവർക്ക് കിടലൻ ആക്ടർ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണാലിറ്റി വൈസ് എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ കൂട്ടിയിട്ട് അൻവർക്കനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് പോയി സംസാരിക്കും. അങ്ങനത്തെ അപ്പൊ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അൻവർ റഷീദ് എന്നോട് വന്ന് സംസാരിച്ചു. അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും പരിഗണിക്കുക എന്ന് പറയുന്നൊരു അത് നമുക്ക് കാണിക്കാൻ പറ്റൂല, അത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി വരുന്നതാ. ഇനി അവിടെ നിന്ന് തുടങ്ങിട്ടോ. ഒരു ജാതി ലൈഫാ നീ വിചാരിക്കുന്ന ആളല്ല. അല്ലല്ലേ? ഓക്കെ, ജാതി ലൈഫ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഓർത്തിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ലൈഫാവല്ലേ ഒരു പ്രാവശ്യമെങ്കിലും. പലരും പറയാം അവരവരുടെ ലൈഫ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞാലും കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ ലൈഫ്, ഒരു ജാതി ലൈഫ്, വേറൊരു ലൈഫ് തന്നെ. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞൂടാ, മേ ബി നസ്രിയ, മേ ബി എന്താ വെച്ചാല് പുള്ളിക്കാരി എനിക്കൊന്ന് ഭയങ്കര രസമായിട്ട് എല്ലാ കാര്യവും അത്ര ഈസി ആയിട്ട് പുള്ളിക്കാരി ഡീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. പുള്ളിക്കാരി എത്ര പ്രശ്നം വന്നാലും പുള്ളിക്കാരിക്ക് അത്ര ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. മീൻസ് പേടിയോ എന്തെങ്കിലും ഉണ്ടായാലും അതിന് മുകളിലും ഇല്ല ഞാൻ സൂപ്പറാ എന്ന് സ്വന്തം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് നസ്രിയ. കോൺഫിഡൻസ് മാത്രമല്ല, അത് എന്തായാലും ഒരു സ്പിരിറ്റാണ്. ഭയങ്കര ഒരു ആ എനർജി, ആ ഒരു അതും ഈ കാണിക്കാൻ പറ്റുന്ന പോലെ ഈ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഈ ക്യൂട്ട്നെസ്സും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നല്ലേ, ഇത് നസ്രിക്ക് വേണമെങ്കിൽ നസ്രിക്ക് ക്യാൻ ഹാവ് എ ഹോൾ കോൺവെർസേഷൻ വിത്ത് ഹെർസെൽഫ്, അത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും മറ്റാൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊക്കെ ഒരു ചിന്തയില്ലാതെ താൻ എന്താണോ അതുപോലെ
ജീവിക്കാൻ പറ്റുന്ന അത് ഓണപ്പേന്ന് ഒരാളായിട്ട് എനിക്ക് നസ്രിയെ തോന്നിയിട്ടുണ്ട്. Be real, അല്ലേ? ആ. Nice. അതായത് ഞാൻ എൻവി ചെയ്യുന്ന ലൈഫ് അങ്ങനെയാണോ? ജാതി ലൈഫായി പേഴ്സണൽ ഓ ഓക്കെ. അങ്ങനെയാണ്. Maybe your friend ആവാം. അറിയില്ല, ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ അങ്ങനെ ഷീസ് എ വെരി ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. I felt like she's a very self-made woman. She's 95 right now, but still she's like very healthy. She makes fun of me. Appo yeah, when I look at her I'll be like, oh kollalo ee life. അടിപൊളി. എനിക്ക് എൻ്റെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് ആൻസർ പോയി. എനിക്ക് ഒന്നും കംപ്ലൈന്റ് ചെയ്യാനില്ല. ഞാൻ എന്താ പറയാ, ഇന്നലെ ഞാൻ പയ്യന്നൂരൊരു സ്റ്റേജ് ഷോ ചെയ്തു. ശരി. ഇന്ന് നമ്മൾ റിലീസാവാൻ പോകുന്ന പടത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. നാളെ എനിക്ക് ഷാനിൻ്റെ കൂടെ ഷോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 26 തൊട്ട് 31 വരെ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പല പല പരിപാടികൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. വർക്ക്സ് വരും. എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനെ പോയാൽ മതി. പറഞ്ഞ പോലെ ഒന്നും എല്ലാ മേഖലയിലും ഇതൊന്നും എടുത്തോണ്ട് പോവാൻ ഇതിങ്ങനെ തന്നാ മതി. അല്ല, നേരത്തെ നമ്മുടെ അൻവർ റഷീദിക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് വിനീതേട്ടനെ കണക്ട് ചെയ്യാൻ തോന്നുന്നു. ആ ഒരു ഇപ്പം നമ്മൾ ചെയ്യുന്ന എത്ര വലിയ വർക്ക് ആണെങ്കിലും എന്താണെങ്കിൽ പോലും ആൾക്കാരെ കാണുമ്പോൾ ഉള്ള ആ ഒരു അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും, ഹി ട്രീറ്റ്സ് എവരിവൺ ഈക്വലി എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഇവൻ ഞാൻ സെറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സിനിമക്കാരന്റെ എന്റെ ഫസ്റ്റ് ഡയലോഗ് വിനീതേട്ടൻ്റെ കൂടെ നടന്നു. സോ ഹി ഈസ് ഓൾസോ വെരി സ്വീറ്റ്, വെരി ചിൽ പ്ലസ് സ്വാഗ്. അവന്റെ അടുത്ത് സ്വാഗ് ആണ്. Tell us more about that. അത് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സെറ്റിൽ അതെ, സ്വാഗ് അല്ല. ആ സമയത്ത് ഞാൻ അത് നിങ്ങളകത്തൊന്ന് ക്യാമറ വെക്കുമെന്നായിരുന്നു എന്റെ പേടി. മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടുണ്ട് അല്ലേ? പക്ഷെ അത് നൈസായിട്ട് ഇറങ്ങി വന്നു. ശംഭു, അതെ ഇവിടെ ക്യാമറ വെക്കത്തില്ലല്ലോ അല്ലേ? എനിക്കത് നമ്മുടെ ഫ്രെയിം എവിടെയെങ്കിലും എക്സ്പോസ് ആവുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ എന്നെ തന്നെ പറഞ്ഞോട്ടെ, ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വാവ് ഐ ഹാവ് ദാറ്റ്, അങ്ങനെയല്ല. എനിക്ക് എന്നെ പറ്റി ആൾക്കാർ പറയട്ടെ ഒരു ജാതി ലൈഫാണ്. ബിക്കോസ് ചില സമയത്ത് ഇപ്പോൾ റിലേറ്റീവ്സ് ആയി കഴിഞ്ഞാൽ അവർ കാണുമ്പം ലൈക്ക് വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ നല്ല ഭാര്യയായിട്ട്, അല്ലെങ്കിൽ ഓൾവേസ് ടേക്കിംഗ് കെയർ ഓഫ് ദി ബേബി ആൻഡ് ഓൾ. സംടൈംസ് എന്നെ ഇങ്ങനെ ഇതുപോലെ ഇന്റർവ്യൂസിൽ കാണാം, അല്ലെങ്കിൽ ഐ വിൽ ബി ബിസി വിത്ത് ഷൂട്ടിങ്. അപ്പോൾ ആൾക്കാർ ഒരു ജാതി ലൈഫാ ചിലപ്പോ പറയാം. ഞാൻ അങ്ങനെയാണ് ഓർത്തത്. യെസ്, യാ അല്ലേ? ഓക്കെ അല്ലേ? ഓൺ ലൈഫ് പറയുമ്പോൾ എനിക്ക് സെൽവ മർജാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ എൻതൂസിയാസ്റ്റ് ഉണ്ട്. ലൈക്ക് ഷീസ് എ റേസർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ആക്ച്വലി എനിക്ക് റേസിംഗും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐ ഓൾവേസ് ഇമാജിൻ ഹൗ ഹർ ലൈഫ് കുഡ് ബി. ഇപ്പം എനിക്ക് തോന്നുന്നു പുറത്തെവിടെയോ റേസിംഗ് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ഷീസ് ഗിവിങ് talks and everything. Like that's a different part of a life that I haven't experienced because എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി ആംബുലൻസ് ഡ്രൈവർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് സ്പീഡ് പോകാൻ പറ്റുമല്ലോ. ഞാനെന്റെ ലൈഫിൽ ആംബുലൻസ് ഡ്രൈവർമാര് പോലും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശംഭു. നമുക്ക് സ്പീഡിലും പോകാനാണ്, രക്ഷിക്കുകയും ചെയ്യാം. ആ എല്ലാ ഹീറോയിക് സാധനങ്ങളും ഉണ്ട്. അപ്പൊ സെൽവ മർജാനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഐ ഓൾവേസ് വാവ്, എനിക്കും അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് ബൈക്കൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കും അല്ലേ? ബൈക്ക് ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് എന്താ അടുത്തത് ഡേർട്ട് ബൈക്ക് റേസിംഗും ഇതൊക്കെയാണ് എന്റെ മോട്ടോക്രോസ് ചെയ്യണം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ജാതകം, നിങ്ങളുടെയൊക്കെ ജാതകത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണോ? ഉണ്ടല്ലേ? വിശ്വാസമുണ്ട്, ഐശ്വര്യക്കുണ്ട്. ചിലർക്ക് അങ്ങനെ കാണത്തില്ല, സൈനറിക്കുണ്ട്. നമുക്കത് ഇല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് അധികം അറിയില്ല. മോഡറേറ്റ്ലി ഇങ്ങനെ ഇതൊക്കെ വായിക്കും. ഇങ്ങനെ ആസ്ട്രോളജി നല്ലതാണോ നോക്കാറുണ്ടല്ലേ? ഐ മീൻ ഇങ്ങനെ വായിക്കാറുണ്ട് വാരബലമൊക്കെ. ഞാൻ അങ്ങനെ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം വരാറില്ല. ചീത്തയാണെന്ന് വായിക്കുമ്പോൾ സങ്കടം വരാറില്ല. സോ ഐ ആം ലൈക്ക് ലിറ്റിൽ ന്യൂട്രൽ.
പക്ഷെ അതേ നാളുള്ള പലർക്കും പലതായിരിക്കും സംഭവിക്കുന്നത്. നമുക്ക് മനസ്സിലാവും. ഇതൊന്നും നോക്കാത്തത് നല്ലത് അല്ലേ? ഞാൻ അല്ല ആക്ച്വലി ഡിപ്പെൻഡ്സ് ലൈക്ക് ഈ ഗ്രഹങ്ങളുടെ ഒക്കെ പൊസിഷൻസ് അനുസരിച്ചിരിക്കും ഓരോ സമയങ്ങളും മാറി മാറി വരും. തിരിച്ച് സമയം വെച്ചിട്ടോ ജനിച്ചതും അതുപോലെ തന്നെ ഈ ഓരോ ലൈക് ശനി രാഹു അങ്ങനെയൊക്കെ പറയണില്ലേ, അതൊക്കെ സമയം അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പടത്തിന് സംഭവിക്കും. സൂപ്പർ ഹിറ്റ് ആവും. പൂജ നടന്നതനുസരിച്ച് പടത്തിന്റെ അങ്ങനെയൊക്കെ അറിയാം. എങ്ങനെ ഇപ്പം പൂജ ചെയ്യുന്നത് വല്ല പടത്തിന്റെ അങ്ങനെ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് അറിയാവുന്ന. എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. 31st ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലുണ്ടാവും ഓ യെസ്, ഈ സിനിമ കാണാൻ. നിങ്ങളെ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെയും വെൽക്കം ചെയ്യുക. ആൻഡ് ഗ്രേറ്റ് മൂവി ആവട്ടെ. ഈ പറഞ്ഞതുപോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറെ പേരുണ്ട് ഇതിൽ പല രീതിയിൽ. അപ്പൊ അതുപോലെ തന്നെ സിനിമ ആവട്ടെ ഒരു സൂപ്പർ ഫൺ മൂവി. ആൾക്കാർ കയറി സോഷ്യൽ മീഡിയയിൽ ഉപരി ആൾക്കാർ കണ്ട് തിരിച്ചു വീട്ടിൽ വന്ന് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ സോഷ്യൽ മീഡിയ ഐ ബിലീവ്. അപ്പോൾ അതും സംഭവിക്കട്ടെ. ആൻഡ് ഒരു കളർഫുൾ ഹാപ്പി കിടിലം മൂവിയായി മാറട്ടെ. ആൻഡ് താങ്ക്സ് ടു ദ ഡയറക്ടർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.